അപ്പോൾ ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാസ്കിൽ ഉള്ള അതിൻ്റെ യൂസർ മാനേജ്മെൻറ്റും അതിൻ്റെ സെറ്റിങ്സുകളും പിന്നെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിപ്പോർട്ട്സുകളും കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതിൻ്റെ യൂസർ മാനേജ്മെൻറ്റും പിന്നെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നെ കൈകാര്യങ്ങളും റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളുടെ ഇതിൽ കൈകാര്യം ചെയ്യേണ്ടത്, അതിന് എത്രത്തോളം പിന്നെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസർ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഈ ഇത്രയും കാര്യങ്ങളാണ് യൂസർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഓപ്ഷനുകളായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ 3 ലെവൽ യൂസേഴ്സാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ളത്. ഒന്ന് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂസർ ഉണ്ട്, അതുപോലെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടൊരു യൂസർ ഉണ്ട്, പിന്നെ ഈ യൂസർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയറിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് പിന്നെ എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള എന്തൊക്കെ ഓപ്ഷനുകളുണ്ടോ അതെല്ലാം കസ്റ്റമൈസ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇതിൻ്റെ ഏറ്റവും പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറുള്ള A to Z പിന്നെ ഫെസിലിറ്റികളും കാര്യങ്ങളും അതിൻ്റെ എല്ലാ പ്രിവിലേജുകളും കാര്യങ്ങളും ഉള്ള യൂസർ ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അതിൻ്റെ തൊട്ട് താഴെയാണ് സൂപ്പർവൈസർ ഉള്ളത്, പിന്നെ അതിൻ്റെ യൂസേഴ്സ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ സെക്ഷനിൽ നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ജനറലായിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ നിലവിലെ പാസ്വേഡ് എന്താണ്, ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം, അത് കൺഫേം ചെയ്യണമെങ്കിൽ കൺഫേം ചെയ്യാം. പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ട് ചില ഫെസിലിറ്റികളുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഈ ഹാഷ്ടാഗിൽ കുറച്ച് ഫങ്ഷൻസുകൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. #RT, #XV, പിന്നെ അതുപോലെ #IE, #BE എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചില പ്രത്യേക സെക്യൂരിറ്റീസുകളാണ്. ഉദാഹരണത്തിന് ഐറ്റം മാസ്റ്ററിൽ പുതിയ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുകയാണ്, അതായത് ഐറ്റം മാസ്റ്ററിൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ട എന്ന് കരുതുകയാണെങ്കിൽ #IE എന്നുള്ള പ്രിവിലേജ് ഇവിടെ എനേബിൾ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, ഐറ്റം മാസ്റ്റർ ക്രിയേഷൻ ബ്ലോക്ക് ആവും. അത് അഡ്മിനിസ്ട്രേറ്റർക്കാണ് അത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ബാർകോഡ് എഡിറ്റ് ഉണ്ടാക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ #BE പിന്നെ # കൊടുത്തിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ബാർകോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ XV RT എന്നൊക്കെ പറഞ്ഞ ഇതേപോലത്തെ ഓരോ ഫംഗ്ഷനുകളാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഭവമാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മേഖല. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ പിന്നെ സൂപ്പർവൈസർക്കും ഇതേപോലെ ചില പ്രിവിലേജസുകളുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ എല്ലാ പ്രിവിലേജുകളും സൂപ്പർവൈസറിന് കൊടുക്കാൻ കഴിയില്ല. സൂപ്പർവൈസറിൻ്റെതായിട്ടുള്ള പ്രിവിലേജുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ചില റിപ്പോർട്ടുകളൊക്കെ എക്സലിലേക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ അത്തരം പാസ്വേഡ് ഒന്നും ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറിൽ വന്നിട്ട് #AP എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ്ക് പാസ്വേഡ് എന്നുള്ള ആ മെസ്സേജ് ആ പാസ്വേഡ് ചോദിക്കുന്ന പരിപാടി ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ സൂപ്പർവൈസറുടെ സെറ്റിംഗ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ചില OTPയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ VGR4 പോലത്തെ സോഫ്റ്റ്വെയറിൽ ഈ പിന്നെ ചില OTP പരിപാടികളുണ്ട്, മൊബൈലിലേക്ക് OTP പോകുന്ന പരിപാടി. അപ്പോൾ കസ്റ്റമർക്ക് അവരുടെ പോയിന്റ് റെഡീം ചെയ്യണമെങ്കിൽ പിന്നെ OTP പോകണം. അതല്ലെങ്കിൽ ഓണറെ ഫോണിലേക്ക് ചില കാര്യങ്ങൾ പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ OTP പോകുന്ന അതേപോലത്തെ ഫംഗ്ഷനുകളുണ്ട്. അപ്പോൾ അത്തരം OTP പോകുന്ന സമയത്ത് നമ്മളുടെ ഓണറിൻ്റെ ഫോൺ നമ്പറും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇവിടെയാണ്. അതുപോലെ OTP മാസ്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തത് ഇവിടെയാണ്. പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ യൂസർ സെറ്റിങ്സ്. അപ്പോൾ യൂസർ സെറ്റിങ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂസറിൻ്റെ അപ്പോഴുള്ള ഒരു പാസ്വേഡും ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു യൂസർ ക്രിയേറ്റ് ആകും. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോ ടാബിൽ, ഇപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന സോഫ്റ്റ്വെയറിൻ്റെ മെനുവിലുള്ള ഓരോരോ ഫെസിലിറ്റികളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് യൂസർക്ക് സെയിൽസ് മാത്രം അല്ലെങ്കിൽ ജസ്റ്റ് ഇൻവെൻട്രിക്ക് ടിക്കറ്റ് സെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് എനേബിൾ ആവുള്ളൂ. അതേപോലെ അവർക്ക് ഐറ്റം മാസ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെൻട്രിയിൽ ഐറ്റം മാസ്റ്റർ ടിക്കറ്റിന് ഐറ്റം മാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇതനുസരിച്ചുള്ള പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ പോയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതോടുകൂടി അത് മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മളുടെ ഈ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ കുറച്ച് അഡീഷണൽ ഓപ്ഷനുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് മെനു കട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂസർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ സേവ് കൊടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ആ യൂസറിൽ എന്നോട് ലോഗിൻ ചെയ്യണം. ഇപ്പോൾ ഏതൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ടും ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ യൂസർ
അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അവർ കൊടുക്കണം എന്നുള്ള ഒരു പിന്നെ നിർബന്ധമുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അതിനുശേഷം ന്യൂ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. സേവ് ചെയ്തതോടുകൂടി ആ പാസ്വേഡ് ചേഞ്ച് ആവും. അപ്പോൾ യൂസർ അവരുടെ ഐഡിയ അനുസരിച്ചിട്ട് അവരുടെ പിന്നെ അറിവിൻ്റെ ഡിപ്പെൻഡൻസിൽ എന്ത് ചെയ്യണം, അതിൻ്റെ പിന്നെ ഐ ഡി പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ ആരും കൊടുക്കുകയാണ്, അതിൻ്റെ പാസ്വേഡ് അടിച്ച് എൻ്റർ അടിക്കുന്നതോടുകൂടി അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇൻവെൻറ്ററി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ല, ഇവിടെ ഫുൾ മെനു കാണുന്നുണ്ട്, പക്ഷേ എല്ലാം ഹൈഡാണ്. അപ്പോൾ അവർക്ക് ടിക്കറ്റ് ഓപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മറ്റുള്ള ഫെസിലിറ്റികളും കാര്യങ്ങളൊന്നും അവർ എന്ത് ചെയ്യണ്ട, കാണണ്ട. അതായത് നമ്മൾ ടിക്കറ്റ ഓപ്ഷനുകൾ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ യൂസർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മെനു കട്ടിംഗ് സ്റ്റൈൽ എന്ന് കൊടുത്ത് ഐഡി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഈ യൂസർ സൂപ്പർ സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സൂപ്പർ സ്റ്റാറ്റസിന് ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ എനേബിൾ സൂപ്പർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അത് വളരെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതാണ്. കാരണം എനേബിൾ സൂപ്പർ സ്റ്റാറ്റസ് ടിക്കറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു എന്ത് എൻട്രി ഇതിൽ അടിച്ചു കഴിഞ്ഞാലും അത് എഡിറ്റ് ചെയ്യേ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആ പാസ്വേഡ് അടിക്കുന്ന സമയത്ത് പിന്നെ പറയും നിങ്ങൾ സൂപ്പർ സ്റ്റാറ്റസ് അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. ഇതിന് ടിക്കറ്റുള്ള യൂസേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും എഡിറ്റിങ്ങുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് എനേബിൾ സൂപ്പർ സ്റ്റാറ്റസ്. ഇതേപോലെ മെനു പിന്നെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ കുറേ ഓപ്ഷനുകളുണ്ട്. നമുക്കിപ്പോൾ ഒരു പിന്നെ യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ അയാൾക്ക് സെയിൽസ് വിൻഡോ മാത്രം കിട്ടിയാൽ മതി. ആ യൂസറിൽ എങ്ങനെ എവിടെ ഏത് സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ അടിച്ചാലും സെയിൽസ് വിൻഡോ മാത്രം മതി. ഈ കൗണ്ടർ സെയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇനി എന്തൊക്കെ ഓപ്ഷൻ കാര്യം ഉണ്ടെങ്കിൽ അയാൾ ഏത് സിസ്റ്റത്തിൽ പോയി ലോഗിൻ ചെയ്യുകയാണെങ്കിൽ സെയിൽസ് മാത്രമേ. അതുപോലെ തന്നെ ഇതിൽ ഇതേപോലെ ഓരോ ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫെസിലിറ്റികൾക്കനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ ഈ യൂസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫെസിലിറ്റികൾ സോഫ്റ്റ്വെയറിന് ഇൻസൈഡിലുള്ള വർക്ക് ചെയ്യേണ്ട പല ഫെസിലിറ്റികളും ഇത് നമ്മുടെ മോർ ഓപ്ഷൻ എന്ന സെക്ഷനിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ യൂസർക്ക് പിന്നെ അതായത് ഈ ഗ്രീൻ ബാക്കപ്പ് ഫെസിലിറ്റി നമ്മളെ ബാക്കപ്പ് എടുക്കുന്ന ഫെസിലിറ്റി പാടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ടിക്കറ്റ് കഴിഞ്ഞാൽ ഗ്രീൻ ബാക്കപ്പ് ഫെസിലിറ്റി കിട്ടില്ല. ഇങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻ ഇതേപോലെ യൂസർ സെറ്റിംഗ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഓരോ ഓപ്ഷൻ ടിക്കറ്റിനനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് ആ യൂസറിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ വർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് അക്കൗണ്ട് ലെഡ്ജർ വാച്ചിങ് പ്രിവിലേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ യൂസറെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ യൂസറിന്റെ പ്രിവിലേജ് ഉണ്ട്, എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഡിസേബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അതായത് ഇപ്പോൾ എന്താ പറയുക, ഈ സെയിൽസ് ഓർഡർ അഡ്വാൻസ് എന്ന് പറഞ്ഞ ലെഡ്ജർ ഈ യൂസർ കാണണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസേബിൾ ചെക്ക് ചെയ്തിട്ട് ഇത് കൊടുത്തിട്ട് ഇവിടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതോടുകൂടി ഈ ഓപ്ഷൻ ഈ ലെഡ്ജറിൻ്റെ ഉള്ളിൽ എന്ത് എൻട്രി ഉണ്ടെങ്കിലും ഇവർക്ക് ഈ ലെഡ്ജർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ആക്കി നോക്കാൻ ഇവർക്ക് പറ്റില്ല സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും അതേപോലെ ഈ എംപ്ലോയീസിന് അവരുടെ ലെഡ്ജർ അവർ കാണരുത്, ഇല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസിൻ്റെ ലെഡ്ജർ മറ്റുള്ള എംപ്ലോയീസുകൾ കാണരുതെന്നൊക്കെ ഉള്ള ചില ആവശ്യങ്ങൾ പറയും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതേപോലെ തന്നെ ലോഗിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉള്ളിലൊക്കെ പലതരത്തിലുള്ള ഫങ്ഷൻസുകളും ഫെസിലിറ്റികളും യൂസർ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. പിന്നെ അടുത്തത് നമ്മളുടെ ഈ യൂസറെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസറിൻ്റെ പിന്നെ ഓരോ മൂവ്മെൻറ്റുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ യൂട്ടിലിറ്റിയിൽ ഇവന്റ് ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. ഈ ഇവന്റ് ലോഗ്സ് എടുത്തിട്ട് നമ്മളിവിടെ യൂസർ എന്നുള്ളടത്ത് പോയിട്ട് അരുൺ എന്ന് പറഞ്ഞ എൻ്റർ അടിക്കുകയാണെങ്കിൽ അരുൺ എന്ന് പറഞ്ഞ യൂസർ പിന്നെ ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഏത് കമ്പ്യൂട്ടറിലാണ് ചെയ്തിട്ടുള്ളത്, അത് ചെയ്യുന്ന സമയത്തുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആപ്ലിക്കേഷൻ ഏത് വെർഷനായിരുന്നു, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ യൂസർ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഒരു യൂസർ നടത്തിയ സെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ യൂസർ സെറ്റിംഗ്സ് കമ്പൽസറി ആണ്. ഒരു യൂസർ നടത്തിയിട്ടുള്ള പർച്ചേസ് നടത്തണം അറിയണം. ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ യൂസർ വൈസിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂസർ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഇത്തരം സെറ്റിംഗ്സുകൾ അറിയൽ വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് യൂസർ സെറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ പിന്നെ പറയാനുള്ളത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരീക്ഷിച്ചിട്ട് കണ്ടെത്താവുന്നതാണ്.